പത്മനാഭം നമാമി. അമ്മ വീണ്ടും മറ്റെന്തോ തിരയുകയാണ്. അതെ, ഞാൻ തിരയുകയാണ് മകളെ. നിനക്ക് മറ്റാരും ഇതുവരെ സമ്മാനിച്ചിട്ടില്ലാത്ത വിശിഷ്ടമായ ഒരു സമ്മാനത്തിന് വേണ്ടി തിരയുകയാണ്. ഇതാ, ഇതിൽ അംഗരാഗമാണ്. അതിവിശിഷ്ടവും അത്യപൂർവവുമായ ഒരു കുറിക്കൂട്ടാണ് അംഗരാഗം. സീതേ, ഈ അംഗരാഗം ദേഹത്തണിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും നിന്റെ ശരീര സൗന്ദര്യം കുറയുകയില്ല. നിന്റെ മുഖ തേജസ്സും ഐശ്വര്യവും 10 മടങ്ങ് വർദ്ധിക്കും. ഇതും അണിഞ്ഞ് പതിയിൽ പ്രിയം വളർത്തിക്കൊണ്ട് പാതിവൃത്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് രാമനെ പിന്തുടരുക. ഇതാ സീതേ. അവിടുത്തെ അനുഗ്രഹം. ഇനി ഞാൻ തന്ന വസ്ത്രവും ആഭരണങ്ങളും അംഗരാഗവും അണിഞ്ഞ് പുറത്തേക്ക് വന്നുള്ളൂ. ഞാൻ ശ്രീരാമചന്ദ്രനെയും അനുജനെയും ഒന്ന് കാണട്ടെ. മാതാവേ, അനുഗ്രഹിച്ചാലും. ദശരഥ നന്ദനായ രാമനും അനുജൻ ലക്ഷ്മണനും പ്രണമിക്കുന്നു. ഇരിക്കൂ. മഹാപ്രഭു, അങ്ങ് ആരാണെന്ന് അറിയാനുള്ള സിദ്ധി കൈവരിച്ചവളാണ് അനസൂയ. ദത്താത്രേയനായി എനിക്കു മകനായി പിറന്ന ആ മഹാജ്യോതിസ് തന്നെയാണ് രാമനായും അവതരിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. അമ്മേ, തപസ്സുകൊണ്ട് അവിടുന്ന് നേടിയ മഹാസിദ്ധികൾ എനിക്കറിയാം. ആ സിദ്ധികൾ ത്രിമൂർത്തികൾക്ക് പോലും ആശ്രയമായതും എനിക്കറിയാം. ലോകാനന്ദത്തിനു വേണ്ടി ബ്രഹ്മാദി ദേവന്മാർ അപേക്ഷിക്കുമ്പോൾ എനിക്കാവുന്ന മട്ടിൽ എല്ലാം ചെയ്തു. സീത എവിടെ? ഞാൻ സീതയ്ക്ക് ചില സമ്മാനങ്ങൾ കൊടുത്തു, ചില ആഭരണങ്ങൾ. അതും അണിഞ്ഞ് ഉടൻ വരും. പുരുഷോത്തമനും ഭൂമിപുത്രിയും പ്രപഞ്ച സൗന്ദര്യവും പ്രാപഞ്ചിക ഐശ്വര്യവുമാണ് ഇവിടെ സമ്മേളിക്കുന്നത്. കുമാരന്മാരെ, പറയൂ മാതാവേ. ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിക്കൂ. മക്കളെ, പറയൂ മാതാവേ. ഞാൻ നിങ്ങളെ വീണ്ടും വിവാഹവേദിയിൽ കാണുകയാണ്. ഈ ഹോമാഗ്നിയെ വലം വച്ചുകൊള്ളൂ.
ആത്മാക്കളെ, പട്ടും പൊന്നുമണിഞ്ഞു മകളെ കാണുമ്പോൾ അവൾ പുരുഷോത്തമനായ ഒരു വരൻ്റെ കയ്യും പിടിച്ച് അഗ്നിയെ വലം വയ്ക്കുമ്പോൾ ഓരോ അമ്മയും അനുഭവിക്കുന്ന ആനന്ദമില്ലേ, ആ ലൗകിക ആനന്ദത്തിൻ്റെ ലഹരിയിലാണ് ഞാൻ. തപസ്സുകൊണ്ട് മനസ്സ് നിസ്സംഗമാകുമ്പോഴും തപസിദ്ധിയിലൂടെ ലോകം കീഴ്പ്പെടുത്തുമ്പോഴും ഉള്ളിൽ നിറയാത്ത ആനന്ദമാണ് ഈ നിമിഷങ്ങൾ എനിക്ക് സമ്മാനിക്കുന്നത്. അനുഗ്രഹിച്ചാലും മാതാവേ. നമ്മളിനി ദണ്ഡകാരണ്യത്തിലേക്കല്ലേ പ്രഭു നീങ്ങുന്നത്? അതെ ദേവി, ദണ്ഡകാരണ്യത്തിലേക്കാണ്. എന്താ, ദേവിക്ക് ഭയമായോ? ഞാൻ എന്തിനാണ് പ്രഭു ഭയക്കുന്നത്? ലോകൈക വീരനായ സാക്ഷാൽ ശ്രീരാമചന്ദ്രനും ധീരപരാക്രമിയായ ലക്ഷ്മണകുമാരനും രക്ഷയ്ക്കുള്ളപ്പോ സീത ഭയപ്പെടേണ്ടതില്ലല്ലോ ദേവ. ഞങ്ങൾ പുറപ്പെടുകയാണ് മാഷെ. ശുഭം നേരുന്നു. ലോകാഭിരാമനായ ശ്രീരാമചന്ദ്രന്റെ സഞ്ചാരപഥമാണിത്. രാമസ്യായനം. ഈ രാമായണത്തിൽ ഒരിടം ലഭിച്ചതിൽ നാമും സന്തുഷ്ടനാണ്. പോവുക, പോയി ജീവിത ദൗത്യം സഫലമാക്കി മടങ്ങി വരിക. ആശ്രമത്തിലെ മുനിമാർ ഭവാനി ദണ്ഡകാരണ്യത്തിലേക്ക് വഴി കാണിക്കും. നന്ദി മഹർഷി. അനസൂയ മാതാവിനോടും ഞങ്ങൾ അനുഗ്രഹാശസ്സുകൾ തേടുന്നു. നന്മ ഭവിക്കട്ടെ. എപ്പോൾ ഈ തപോവാടം കടന്നാലും അത്രിമുനിയുടെ ആശ്രമം ഇവിടെ ഉണ്ടെന്ന് ചിന്തിക്കുക. തപസ്വിയായ അനസൂയയും ഇവിടെ ഉണ്ടെന്ന് ഓർക്കുക. തീർച്ചയായും മഹർഷി. മറ്റൊരു മാതാവിനെ കണ്ട സന്തോഷത്തിലാണ് ഞാൻ. നല്ലത് ഭവിക്കട്ടെ. മുനികുമാരന്മാരെ, ഗുരു. വഴി കാട്ടുക. ശരി ഗുരു. പ്രഭു, ഇത് ഗംഗാപുളിനമാണ്. ദണ്ഡകാരണ്യത്തിലേക്ക് എത്താൻ ഇവിടെ നിന്ന് ഏത് ഭാഗത്തേക്കാണ് നമ്മൾ പോകേണ്ടത്? ദണ്ഡകാരുണ്യം ഗംഗയുടെ മറുകരയിലാണ് പ്രഭു. തോണി കയറി അക്കരെ കടന്ന് മുന്നോട്ട് നടന്നാൽ ദണ്ഡകാരുണ്യമാണ്. പക്ഷേ അവിടം ഭീകരന്മാരായ രാക്ഷസന്മാരുടെ ആവാസ കേന്ദ്രമാണ്. മനുഷ്യനെ തിന്നുന്ന ആ രാക്ഷസന്മാർ ഏറെ അപകടകാരികളുമാണ് ശ്രീരാമചന്ദ്ര. ആ അപകടങ്ങൾ തരണം ചെയ്യാനാവുന്നില്ലെങ്കിൽ എനിക്കെന്റെ ലക്ഷ്യം നിറവേറ്റാൻ എങ്ങനെ സാധിക്കും? എന്റെ പിതൃനിയോഗം എങ്ങനെ അനുഷ്ഠിക്കും? അതൊരു കാര്യം. മറ്റൊന്ന്, ഞങ്ങൾ ഇനിയും ഈ തപോവാടങ്ങളിൽ തുടരുകയാണെങ്കിൽ അയോധ്യാവാസികൾ വന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ഗംഗ കടന്നു പോകാം.
രാക്ഷസകുലത്തിൻ്റെ ആവാസഭൂമിയാണെങ്കിലും ഗംഗ കടന്നവിടേക്ക് പോകുന്നത് തന്നെയാണ് അഭികാമ്യം. അവിടുത്തെ ഹിതം പോലെ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാനനമകം പുക്താ ഛില്ലിഝങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്രശല്യാദിമൃഗഗണാകീർണം ആദപഹീനം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. സീതേ, നമ്മൾ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. രാക്ഷസന്മാർ അടക്കി വാഴുന്ന ഈ ദണ്ഡകാരണ്യം മുനികുലത്തിനും മറ്റ് മാനവകുലങ്ങൾക്കും അപ്രാപ്യ മേഖലയാണ്. ഭയമാകുന്നു ആര്യപുത്ര. ഭയക്കേണ്ട സീതേ. ലക്ഷ്മണ, പറഞ്ഞാലും ജ്യേഷ്ഠ. ഇനിയുള്ള നമ്മുടെ നീക്കം വളരെ കരുതലോടെ വേണം. വില്ലിൽ ഞാൻ മുറുക്കേണ്ട സമയമായി. ഞാൻ മുറുക്കിക്കൊള്ളൂ. ശരി ജ്യേഷ്ഠ. അമ്പ് തൊടുക്കാൻ പാകത്തിൽ വില്ലേന്തിക്കൊള്ളുക. വലത് കൈയിൽ അസ്ത്രം ഊരിപ്പിടിക്കുക. മുന്നിലെ പ്രതിബന്ധങ്ങളും ശത്രുനിരകളും വീക്ഷിച്ച് ഞാൻ മുമ്പേ നടക്കാം. വില്ലും അമ്പും ധരിച്ച് സന്നദ്ധനായി ലക്ഷ്മണൻ പിന്നിൽ നടക്കണം. എൻ്റെയും ലക്ഷ്മണൻ്റെയും മധ്യത്തിലായി ഭയം കൂടാതെ സീതയ്ക്കും നടക്കാം. വരൂ.
ഇപ്പോൾ ധൈര്യം തോന്നുന്നു. ജീവനും പരമാത്മാവിനും മധ്യേ നിൽക്കുന്ന മായയെപ്പോലെയായി തീർന്നു ഞാൻ. ലക്ഷ്മണ, ചുറ്റുപാടുകൾ ശ്രദ്ധിച്ച് നടന്നുകൊള്ളണം. അതെ ജ്യേഷ്ഠ, ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങ് ശങ്കാലേശമില്ലാതെ മുന്നോട്ട് നടന്നാലും. വരൂ വരൂ സീതേ. ആര്യപുത്ര, വഴി ദുർഘടമാണ്. തളർന്നു. അല്പം വിശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ആവട്ടെ ദേവി. അപ്പുറമോ ഇപ്പുറമോ സൗകര്യപ്രദമായ ഒരു സ്ഥലമുണ്ടോന്ന് നോക്കാം. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ കഴിക്കാൻ കായോ കനിയോ വല്ലതും കിട്ടുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ജ്യേഷ്ഠ. അത് നന്ന്. മാതൃത്വം അനാദിയായ പ്രചോദനമാണ്. ഏത് ഔന്നത്യത്തിലെത്തിയാലും സ്ത്രീയിൽ മാതൃത്വത്തിൻ്റെ ഉൾത്തുടിപ്പുകൾ അവശേഷിക്കും. മാതൃത്വമെന്ന മനോഭാവം നഷ്ടപ്പെട്ടാൽ സ്ത്രീ സ്ത്രീയല്ലാതാകും.